സർവീസ് ഇൻഡസ്ട്രിയിൽ എന്ന് വെച്ചാൽ ഒരു പ്രൊജക്ട്, ഇപ്പോൾ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ്, പല അങ്ങനത്തെ ഒരുപാട് മേഖലകളുണ്ട് പറയാൻ വെച്ചാൽ. ഇവരൊക്കെ എന്ന് വെച്ചാൽ ഒരു വർക്ക് അത് പ്രോഫിറ്റ് വേണം. നമ്മളിപ്പോൾ ഒരു ചാർജ് വാങ്ങുന്നുണ്ട്, ഇപ്പോൾ കൃത്യമായിട്ട് ചാർജ് ആ പറയുന്ന ചാർജിൽ നമ്മൾ ചിന്തിച്ച പ്രോഫിറ്റ് കിട്ടിയെന്ന് അനലൈസ് ചെയ്യുന്നത്. കാരണം നമ്മൾ അവിടെ ഇപ്പോൾ റെന്റിന് സാധനം എടുത്തിട്ടുണ്ടായിരിക്കും, നമ്മളവിടെ സ്റ്റാഫിന് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മളുടെ തന്നെ ക്യാമറയും മറ്റു കാര്യവും അതിന് റെന്റ് നമ്മൾ കൺസിഡർ ചെയ്യണം, അതിനൊരു എക്സ്പെൻസ് ഉണ്ടാവല്ലോ. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ആ പ്രോജക്റ്റ് ലാഭമാണ്. ഇപ്പം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമുണ്ട്, ആ ടൈമിനുള്ളതും ഒരു വാല്യൂ ഉണ്ടല്ലോ. ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന പൈസ ലാഭകരമാണോ, അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ സർവീസ് എടുക്കുമ്പോൾ കൂടുതൽ പൈസ വാങ്ങണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു രീതിയാണ്. നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പ്രോഫിറ്റ് ആക്കാൻ പറ്റും. അത് ഈ പറഞ്ഞ മേഖലകൾ ഏതായാലും, സർവീസ് ഇൻഡസ്ട്രി ആയാലും അതിലിപ്പോൾ എന്താണ് നോർമൽ അക്കൗണ്ട്സ് അല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുണ്ടാവല്ലോ. അതിലിപ്പോൾ എന്താണ് ചെയ്യാനുള്ള ഐറ്റംസ് ഇതിൽ ഇൻവോൾവ് ആണ്, പല ഐറ്റംസും ഇൻവോൾവ് ആണ്. നമ്മൾ ചിലപ്പോൾ ഒരു പ്രോജക്റ്റിന് വേണ്ടി പല സാധനം വാങ്ങുന്നുണ്ടാവും, ചിലപ്പോൾ യൂസ് ചെയ്യണ്ടാവില്ല, സാധനം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല, വീണ്ടും അടുത്ത പ്രോജക്റ്റ് വീണ്ടും വാങ്ങും. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ സ്റ്റോക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അധിക ചിലവ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓരോ പ്രൊജക്റ്റും ലാഭകരമാക്കാൻ കഴിയും. അത് ഈ പറഞ്ഞ ഏത് മേഖലയായിക്കോട്ടെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ടാലിയിൽ അവൈലബിൾ ആണ്.